അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മളിപ്പോൾ ശിഹാബ് ചോട്ടൂരിൻ്റെ വിഷയത്തിൽ പറയുകയാണെങ്കിൽ അദ്ദേഹം ഉത്തരേന്ത്യയിലാണ്. അദ്ദേഹത്തിൻ്റെ സ്കെച്ച് ആദ്യം കർണാടകയിലായിരുന്നു. കർണാടകത്തിൽ തുടങ്ങി ഇവിടെ വ്യാപിച്ച് പിന്നെ അതിന് ശേഷം ഉത്തരേന്ത്യയിൽ പോകുന്ന പ്ലാനായിരുന്നു. ഇവിടെ വന്ന് അവൻ ഒരുപാട് കസറത്തുകൾ, മാജിക്കുകൾ കാണിച്ചു. അതുപോലെ മുസാഫാത്ത് ചെയ്യാൻ ആൾക്കാർ വന്നു, കളക്ഷൻ ചെയ്തു, പിരിവെടുത്തു. ഇതെല്ലാം അവിടുത്തെ പള്ളിക്കാണെന്ന് പറഞ്ഞു. ഏതുമാകട്ടെ, എങ്കിലും തങ്ങന്മാർ ഇരിക്കുന്ന, ആലിമ്യങ്ങൾ, പണ്ഡിതന്മാർ ഇരിക്കേണ്ട സ്ഥലത്ത് നമ്മൾ സാധാരണക്കാരായി നമ്മൾ ഇരുന്നാൽ അതിൻ്റെ അന്തസ്സ് പോകും. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വിമർശിച്ചതാണ്. നമ്മളും അതിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഉത്തരേന്ത്യയിലാണ്. ഉത്തരേന്ത്യയിൽ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് സെറ്റിങ്ങുകളാണ്. നിങ്ങൾക്ക് ഓരോന്നായി കാണാം. ഇവിടെ ആദ്യമായി അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു വേദിയിലിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇരുന്ന സന്ദർഭത്തിൽ കൈ മുസാഫാത്ത് ചെയ്യാൻ ഒരാൾ വരുന്നു. അതിനെ നിങ്ങൾ കാണണം. കൈ കൊടുക്കാതെ മാറി നിൽക്കുന്നു. അത് കാണുക. മനസ്സിലായല്ലോ സഹോദരന്മാരെ, അത് സെറ്റിങ്ങുകളാണ് എന്നാണ് മനസ്സിലാകുന്നത്. പിന്നെ രണ്ടാമത് നിങ്ങൾ കാണേണ്ടത്, അദ്ദേഹം സെൽഫി എടുക്കാൻ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സെൽഫി എടുക്കാൻ ഒരു യുവാവ് സ്റ്റേജിൽ കയറി വരുന്നു. അദ്ദേഹം ആ മൊബൈൽ അദ്ദേഹത്തെ കയ്യിൽ നിന്ന് എടുത്ത് ഏറുകൊടുക്കുന്നു, ചാടി നശിപ്പിക്കുന്നു. അത് ഒന്ന് കാണുക സഹോദരന്മാർ. കണ്ടല്ലോ സഹോദരന്മാരെ, ഇവിടെ ഇദ്ദേഹം ഇതിനുള്ള പ്ലാനുകൾ മുമ്പേ ചെയ്തതാണ്. മൊത്തത്തിൽ ഇദ്ദേഹം കേരളത്തിലുള്ള ഒരുപാട് യൂട്യൂബ് മജ്ലിസുകളും അതുപോലെയുള്ള സംഗതികളെ കണ്ട് മനസ്സിലാക്കി ഏതെങ്കിലും ഒരു വിധത്തിൽ പണമുണ്ടാക്കണം, പ്രശസ്തമുണ്ടാക്കണം, പണമുണ്ടാക്കണം, ആളാകണം, ഫേമസ് ആകണം. ഇതാണ് അദ്ദേഹം ഇട്ട ഒരു സ്കെച്ചാണ്. ഇവിടുത്തെ യൂട്യൂബർമാരെ കണ്ടാണ്. യൂട്യൂബർ മജ്ലിസ്, ഓൺലൈൻ മജ്ലിസ്, എത്ര വില വണ്ടിയാണ് മേടിക്കുന്നത്, ഏത് രീതിയിലുള്ള വീടുകളാണ് പണിയുന്നത്, ഇതെല്ലാം കണ്ടാൽ അദ്ദേഹത്തിനൊരു വേഷം ധരിക്കണമെന്ന് തോന്നി. എങ്കിലും അത് കേരളത്തിൽ വിമർശനം കൂടിയതുകൊണ്ട്, വല്ലാത്ത വിമർശനമായതുകൊണ്ടും കർണാടകയിലേക്ക് കാൽവെച്ചു. ഇവിടെയും ഒന്നും വേവാത്ത വന്ന സന്ദർഭത്തിൽ ഇവിടെ വിമർശനം കൂടിയതുകൊണ്ട് അദ്ദേഹം നേരെ ഉത്തരേന്ത്യയിലേക്ക് പോയതാണ്. അവിടുത്തെ ഒരു മജ്ലിസ്, അവിടുത്തെ ഒരു സ്റ്റേജ് കാണണം, കണ്ട് മനസ്സിലാക്കണം സഹോദരന്മാരെ. അദ്ദേഹം ചെയ്യുന്ന ലോക്കൽ പണ്ഡിതന്മാർ, ലോക്കൽ ഒരു മുസ്ലിയാക്കന്മാർ ഒന്നോ രണ്ടോ, കൂടാതെ അവിടുത്തെ ആൾക്കാർ, ലോക്കൽ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്നും ഒന്നോ രണ്ടോ, പിന്നെ അവിടുത്തെ ബംഗാളികളും ഒത്തുചേർന്ന് ഇവനെ സഹായിക്കുന്നതും അതിൽ നിന്ന് പറ്റുന്നതായിരിക്കുന്ന കാര്യമാണ് ഇനി നടക്കുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും. അതുപോലും കാണണം സഹോദരന്മാരെ, കണ്ടോളൂ. ചന്ദ হিসাবে আপনারা নিলেন নেন। আর একটা কথা আপনাকে শোনাচ্ছি, তৈবা শুধুমাত্র মুসলমানের উন্নতির জন্য নেই। এখানে আমাদের স্যার আছে, সবাই আছে। আমাদের তৈবাতে প্রায় 100 স্টাফ আছে হিন্দু, বুঝলেন তো? হিন্দু স্টাফ আছে, স্টাফ হিন্দু অরফান বাচ্চা আমাদের কাছে পড়ে, বুঝলেন? তো এইভাবে সবার উন্নতির জন্য তৈবা। তো শিহাব ভাই
উনি ভালোভাবে উর্দুতে বললেন, আপনারা বুঝে গেলেন। তো এই যে মিশন, মাশাআল্লাহ, এই মিশনকে আপনারা হেল্প করতে হবে। 8,840 কিলোমিটার উনি হাঁটলেন, সুবহানাল্লাহ। কত কিলোমিটার? দিনের উদ্দেশ্য নিয়ে নাকি? সেরকম ইনশাআল্লাহ শিহাব ভাইয়ের নাত শরীফ হবে, আপনারা একটু ধৈর্য ধরে দাঁড়ান। তো এত ভালো উদ্দেশ্য, কিন্তু সেই উদ্দেশ্য থেকে ভালো একটা উদ্দেশ্য নিয়ে উনি আজকে চলে আসছেন। কি উদ্দেশ্য? শিক্ষা ব্যবস্থা চাঙ্গা করতে হবে ইনশাআল্লাহ। বলো, পশ্চিমবঙ্গের বাইরে যত পিছিয়ে পড়া এলাকা আছে প্রত্যেক জায়গা শিক্ষার ব্যবস্থা ভালো করাতে হবে। সেই জন্য আপনারা হেল্প করতে হবে। আপনারা ইনশাআল্লাহ, এখানে আমি কেউ নিচে জায়গা থেকে উঠবেন না, নাত পড়েগা নাত পড়েগা ইনশাআল্লাহ টাইম হে। তো আপনারা ইনশাআল্লাহ আমাদের প্রতিষ্ঠানকে আপনারা হেল্প করেন। এখন দিবে না, পরে টাইম হবে। तो क्यों गमछा लेके जाइए ना, सबको इधर आना मुश्किल होगा। হ্যালো, और भी एक दो आदमी जाइए। শ্রোতা মণ্ডলীগণ, আপনারা তাইবা গার্ডেনকে সহযোগিতা করবেন। তাড়াতাড়ি যে যতটুকু পারবেন আপনারা কিছু দান দিয়ে অংশগ্রহণ করবেন। আমাদের ভলান্টিয়ার্স আসতেছে, আপনারা হেল্প করেন, সবাই হেল্প করেন, ভালোর উদ্দেশ্যের জন্য আছে। দেখেন আজকে মোটামুটি 8 ঘন্টা উনি 8 ঘন্টা সফর করলেন। সফর তো করতে আছে, সঠিকভাবে ঘুমানোর সময় নেই। একই উদ্দেশ্য, আপনাদের এলাকার উদ্দেশ্য নিয়ে আছেন। এই জন্য আপনারা সবাই হেল্প করেন। ইনশাআল্লাহ শিহাব ভাই নাত পড়বেন। മർഹബാ പ്രിയമുള്ളവരെ, ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്ലാൻ. ഇത് പ്ലാൻ എന്ന് പറയാൻ കാരണം, ഇദ്ദേഹം ഹജ്ജിന് പോയത്, അദ്ദേഹം നടന്നതിന് നമ്മൾ സമ്മതിക്കുന്നു. ഇത്രയും ദൂരം നടക്കണമെങ്കിൽ അത് നല്ലൊരു കരുത്ത് വേണം. എങ്കിലും അദ്ദേഹത്തിന് സ്കെച്ച് ചെയ്തായിരുന്നു എന്ന് പറഞ്ഞാൽ ആളാകുന്നത് മാത്രമാണ്. വലുതാകുന്നത്, പെട്ടെന്ന് വലുതാകണം, പ്രശസ്തം നേടണം, അതുപോലെ ജോലിയില്ലാത്ത, പണിയെടുക്കാതെ ജീവിക്കണം. ഇവിടെ കുറേ പണിയില്ലാതെ ജീവിക്കുന്നവരുണ്ടല്ലോ, തലപ്പാവ് കെട്ടി. അപ്പോൾ ഞാനൊരു പുതിയതായിട്ടൊരു തലപ്പാവ് ധരിച്ച് ഒരു കമ്മീസ് ഇട്ടുകൊണ്ട് എന്തെങ്കിലും ചെയ്തുകൂടെ എന്ന് ആലോചിക്കുന്ന സന്ദർഭത്തിലാണ് ഇതൊരു പ്ലാൻ പോയത്. ആദ്യം നമ്മൾ എല്ലാ സ്റ്റേറ്റിൽ നിന്നും ആളെ കൈവശമാക്കണമെങ്കിൽ ഇതൊരു ഹജ്ജിൻ്റെ രൂപത്തിൽ അവൻ പോയി ഹജ്ജ് ചെയ്ത് വന്നു. അതിൻ്റെ ശേഷം അവൻ നിർത്തില്ല, ഏതൊരു ജോലിയോ ഒരു ബിസിനസ് തുടങ്ങില്ല, കണ്ടിന്യൂ ചെയ്തു. ഇതേ മാർഗത്തിൽ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ആദ്യമേ ഇവൻ പഠിച്ചു വെച്ചതാണ്. ഇത് സ്റ്റഡിയാക്കിയതവൻ പറയുന്നു. 2, 3, 4 വർഷങ്ങളായി അവൻ സ്റ്റഡി ചെയ്യുന്നത്, ഏത് രീതിയിലാണ് പ്രോഗ്രസ് ചെയ്യുന്നത്, ജീവിതത്തെ ഒന്ന് പച്ച പിടിപ്പിക്കുന്നത് എന്ന്. ജോലി ചെയ്യാതെ അതാണ് ആത്മീയ രൂപത്തിലും അതുപോലെയുള്ള സ്റ്റേജ് പരിപാടിയും ഇതെല്ലാം മറ്റുള്ളവരെ സഹായിക്കുന്നതും പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി എന്ന് പറയുന്നതും ഇതെല്ലാം കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നതും നമ്മുടെ ഇതേ ഉസ്താദന്മാരാണ്. അതുകൊണ്ട് അവരിൽ നിന്ന് പഠിച്ച പഠിപ്പാണിത്. അതുകൊണ്ടാണ് ആദ്യമേ ഇവരെല്ലാം മുസാഫത്ത് ചെയ്ത് എന്തോ അവർക്ക് കൊടുത്തും കൊണ്ട് എല്ലാവരോടും ദുആ ചെയ്യാൻ പറഞ്ഞ് പോകുന്ന വഴി നീളം വിളിച്ച് നമ്മുടെ വലിയ ബഹുമാനപ്പെട്ട AP ഉസ്താദ് പോലും ഫോൺ വിളിച്ച് സംസാരിച്ചിരുന്നവന് നടക്കുന്ന അവസരത്തിൽ എന്ന് പോലും നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടാകാം. അതുപോലെ നമ്മുടെ റഹ്മത്തുള്ള കാസിം ഉസ്താദ് ഉണ്ടല്ലോ, അദ്ദേഹം വല്ലാത്ത പ്രിയമാണ്. ഇപ്പോൾ എല്ലാം മാളത്തിലാണ്, ഇവരെല്ലാം സപ്പോർട്ട് ചെയ്തവർ ആരും ഇപ്പോഴും ഇല്ല. അതുകൊണ്ട് ഇദ്ദേഹം ഈ സെറ്റിംഗ് അല്ലെങ്കിൽ ഇവൻ നേരെ ചെയ്യുന്നതാണെങ്കിൽ
ഇവന് ദ്വേഷം വന്ന് മൊബൈൽ എറിഞ്ഞതാണെങ്കിലോ അതല്ലെങ്കിൽ മുഷാഫത്ത് ചെയ്യുമ്പോൾ കൈ കൊടുത്തതാണെങ്കിലോ ഇത് സെറ്റിംഗ് അല്ലാത്ത ഇവൻ നേരെ ചെയ്യുന്നതാണെങ്കിൽ കരുതി കൂട്ടി ചെയ്യുന്നതാണെങ്കിൽ ഇവനിക്ക് ഉത്തരേന്ത്യയിൽ നിന്ന് തിരിച്ചു വരാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇതെല്ലാം സെറ്റിംഗാണ്. അവിടുത്തെ ഒരാൾ വന്ന് ഇങ്ങനെ കൈ മുഷാഫത്ത് ചെയ്യാം, അതിനെ നിരസിക്കാം, അതുപോലെ മൊബൈൽ എറിയാം. ഇതെല്ലാം അവൻ വലുതാവാനുള്ള മൊത്തത്തിൽ അവൻ വലുതാകണം. അതുകൊണ്ട് നല്ല പ്രൊമോട്ട് ചെയ്യണം, നല്ല വ്യൂസ് കിട്ടണം, വിമർശിക്കണം. ഇവനക്ക് കൂടുതൽ വിമർശനം വേണം. അതുകൊണ്ടാണ് ആ വിമർശനത്തിന് ഇടയാകുന്നത് അവൻ്റെ ഒരു പ്രോഗ്രസ് രൂപത്തിലാണ്. അത് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനുള്ള പ്ലാനാണ് എന്ന് പോലും നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം ചെയ്ത് എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാലോ അവസാനം ഇവനെ പോലെയുള്ള സെയിമുള്ള ഒരാൾ ഇവിടെ സയ്യാഫ് കൊണ്ടോട്ടി എന്ന് പോലുമുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾ കാണുക, അതിനുശേഷം അല്പം സംസാരിക്കാം. ഞാൻ ഷിയാബ് ചോറ്റൂർ അല്ലാന്നുള്ള എല്ലാവർക്കും അറിയാലോ. അല്ലാതെ ഇതൊരു പബ്ലിസിറ്റിക്കും വേണ്ടിയോ അല്ലാതെ ഷിയാബ് ചോറ്റൂർ എന്ന വ്യക്തിയെ നമ്മൾ ചെയ്യുന്ന കോലത്തിലുള്ള ഒരു ഇതും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ഇനി അങ്ങോട്ട് ചെയ്യുകയില്ല. അപ്പം ഷിയാബ് ചോറ്റൂർ എന്തായാലും സിയാഫ് കൊണ്ടോട്ടി ആവില്ല, സിയാഫ് കൊണ്ടോട്ടി എന്തായാലും ഷിയാബ് ചോറ്റൂർ ആവില്ല. ഞാൻ അദ്ദേഹത്തെ ഒരു ബന്ധമില്ല, എന്താ വെച്ചാൽ അവരായിട്ട് കോണ്ടാക്റ്റോ അവരുടെ ഫാമിലിയായിട്ടൊരു കോണ്ടാക്റ്റോ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. അതിന്റെ ശേഷമാണ് ഇത് സത്യം തന്നെയാണല്ലോ റബ്ബേന്ന് എനിക്ക് തോന്നിയത്. ഇങ്ങനെ അത് ഒരു ആൾക്കാരൊക്കെ നിർത്തിക്കാണൊക്കെ ചോദിക്കാണ് ഷിയാബുക്കയുടെ ആരെങ്കിലും ആണോ, വീടിന്റെ അടുത്താണോ, ആരെങ്കിലും റിലേറ്റീവ്സ് ആരെങ്കിലും ആണോ എന്നൊക്കെ ചോദിക്കാൻ എന്നോട്. അപ്പം തന്നെ എനിക്ക് ഡൗട്ട് കൂടി ഇത് ഏകദേശം കട്ടുണ്ടല്ലോ എന്നൊക്കെ എനിക്ക് തോന്നി. ഇതാണ് മുഅ്മിനീങ്ങളെ, ഈ സയ്യാഫ് കൊണ്ടോട്ടി എന്ന് പറയുന്ന ആൾ കാണാൻ സെയിമാണ്. അദ്ദേഹം തന്നെ പറയുന്നു ഞാനും അവനും സെയിമാണ്, ഒരു ബന്ധവുമില്ല, എങ്കിലും കാണാൻ ഒരേ രൂപത്തിലാണ് എന്നാണ്. ഇവനെന്തെങ്കിലും ഇവിടെ കാട്ടിക്കൂട്ടി വന്ന് പോലീസ് അന്വേഷിക്കുകയോ വേറെ എന്തെങ്കിലും അന്വേഷണം ഉണ്ടാവുകയോ ഇവൻ പണം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ അന്വേഷണം ഉണ്ടാവുകയോ ചെയ്താൽ ഇദ്ദേഹത്തിന് വളരെ കഷ്ടമാണ്. സയ്യാഫിനാണ് കഷ്ടം, അവിടെ ഷിയാബിനല്ല. ഷിഹാബ് ഏത് രൂപത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും അവൻ മറയാകുമെന്നാണ് നമ്മൾ കരുതേണ്ടത്. നിങ്ങൾ തന്നെ ആലോചിക്കുക സഹോദരന്മാരെ, ഇത്രയും വലിയ സെറ്റിംഗ് ചെയ്തവൻ അതല്ലേ ചെയ്യുന്നത്, അതല്ലേ നമ്മൾ ആലോചിക്കേണ്ടത്. ഇത്രയും വലിയ സെറ്റിംഗ് ഹജ്ജിന് പോകുന്നതിന് തുടങ്ങി ഓരോന്ന് കാര്യങ്ങളും നിങ്ങൾ ഇതുവരെ കണ്ട ഓരോന്ന് കാര്യങ്ങളും കണ്ടത് മാത്രമല്ല മിനിമം കാണാനുള്ളതും എല്ലാം ഇവൻ്റെ മൊത്തത്തിൽ ഇവൻ്റെ പരിപാടി ഒരു സെറ്റിംഗാണ്, ഡെവലപ്പാണ്, പണിയെടുക്കാതെ ജീവിക്കാനുള്ള ഒരു മാർഗമാണ്. ഇതിൻ്റെ വഴികാട്ടികൾ നമ്മുടെ മുസ്ലിയാക്കന്മാരാണ്. എല്ലാ മുസ്ലിയാക്കന്മാരല്ല, യൂട്യൂബ് കൊണ്ട് ഇവർ മേടിച്ച കാറും വീടും എല്ലാം അതുകൊണ്ട് കണ്ട് പഠിച്ച് ഇവന് നിരാശയാകുന്നതിന് പകരം അവൻ പ്രയത്നിച്ചതാണ് എന്ന് പോലും പറയാം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ തന്നെ ആലോചിക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.